ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ പരാജയ ഭീതിയാണ് രാഹുലിന്റെ അമേഠിയിൽ നിന്നുള്ള പിന്മാറ്റമെന്ന വിമർശനം ശക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെയാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക റായ്ബറേലിയിൽ സമർപ്പിച്ചത്. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. നമുക്ക് നോക്കാം, ദേശീയ തലത്തിൽ രാഹുൽ റായ്ബറേലിയിലേക്ക് വരുമ്പോൾ ഏത് തരത്തിലാണ് സംസാരം മുന്നോട്ട് പോകുന്നതെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ്, രാഹുൽ ഗാന്ധി അമേഠി വിട്ട് റായ്ബറേലിയിലേക്ക് പോകുന്നു, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിന്റെ അവസാന മണിക്കൂറിൽ വളരെ അവിടെ പത്രിക സമർപ്പിക്കുന്നു, ആ രീതിയിൽ തീരുമാനം വരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. ഈ തീരുമാനം എന്തുകൊണ്ട് ഇത്രയും എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാൻ ഇത്രയും വൈകി? വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നോ? വയനാട്ടിലെ ജനതയെ വഞ്ചിച്ചോ എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. എന്താണ് ദേശീയ തലത്തിലുള്ള സംസാരം? മനു സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റെന്നൊക്കെ അവർ അവകാശം ഉന്നയിക്കുന്ന റായ്ബറേലിയിലും അമേഠിയിലും അടക്കമുള്ള സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെയും രാഹുൽ ഗാന്ധി അമേഠിയിലാണോ റായ്ബറേലിയിലാണോ മത്സരിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആശങ്കയായി നിലനിന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതായത് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അമേഠി വിട്ടുകൊണ്ട് റായ്ബറേലിയിലേക്കുള്ള രാഹുലിന്റെ മാറ്റത്തെ വലിയ പരാജയ ഭീതി തന്നെ കോൺഗ്രസ് നേരിടുന്നു എന്നത് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരൊക്കെ തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള ആശങ്കകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ പുകയുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ പോലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായും ഈ അമേഠി എന്ന് പറയുന്നത് വർഷങ്ങളായി കോൺഗ്രസിന്റെ ഒരു കുത്തക എന്നൊക്കെ അവർ അവകാശപ്പെടുന്നെങ്കിലും കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം രാഹുൽ നേരിടേണ്ടി വന്നു. സ്മൃതി ഇറാനിയിൽ നിന്നും 55,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് കുറവ് രാഹുലിന് നേരിടേണ്ടി വന്നു. അത്തരത്തിൽ റായ്ബറേലിയിലേക്കുള്ള ഇപ്പോഴത്തെ മാറ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും രാഷ്ട്രീയ ചർച്ചയായി തന്നെ പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തെ കോൺഗ്രസ് വലിയ പരാജയ ഭീതി നേരിടുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. പ്രത്യേകിച്ചും രാഹുൽ വലിയ തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തിരുന്നു. ഇത്തവണ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കുന്നില്ല എന്നൊക്കെ നിലപാട് കടുപ്പിച്ചെങ്കിലും കോൺഗ്രസിന്റെ വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ റായ്ബറേലി എന്ന ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ രാഹുൽ തയ്യാറായിട്ടുള്ളത് തന്നെ. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും വലിയ പരാജയ ഭീതിയിലാണ്. തങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുന്നൊരു സാഹചര്യം കൂടിയാണ് ഈ അമേഠിയിലെ സീറ്റുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ തന്നെയും. റായ്ബറേലിയെ സംബന്ധിച്ച് 2004 മുതൽ സോണിയാഗാന്ധിയുടെ കുത്തകയായിട്ടുള്ള മണ്ഡലമാണ് റായ്ബറേലി. ഇപ്പോൾ ഇവിടേക്കുള്ള രാഹുലിന്റെ പിന്മാറ്റത്തിലേക്ക് വന്നപ്പോഴേക്കും BJP കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. BJP പറയുന്നത് രാഹുലിന് വലിയ തരത്തിലുള്ള പേടിയുണ്ട്. അങ്ങനെ അമേഠിയിൽ നിന്ന് പേടിച്ച് റായ്ബറേലിയിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ഉറപ്പായും രാഹുലിനെതിരായി വിധി എഴുതുമെന്നുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെയും BJP ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ പരാജയ ഭീതി കോൺഗ്രസ് നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് മനു കാണേണ്ടത്.